6-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കയറാത്തവരുടെ നേതാവാണ്. പച്ചയായ സ്ത്രീ വിരുദ്ധത പറയുന്നവരുടെ നേതാവാണ്. ആണും പെണ്ണും കൂടിക്കലർന്നുകൊണ്ടുള്ള പ്രവർത്തനം അത് വ്യായാമമായാലും പറ്റില്ലെന്ന് പറയുന്നവരുടെ നേതാവാണ്. എന്തെല്ലാം ലേബലുകളിലാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ, നമ്മളെല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന നമ്മുടെ AP ഉസ്താദിനെ, നമ്മുടെ മുത്തിനെ കുറിച്ച് ഒരു ക്യാമറയും വെച്ച് മയക്കും കെട്ടി സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിലൂടെയും പബ്ലിക്കായും ഉസ്താദിനെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നവർ, ഉസ്താദിന്റെ കോലം പച്ചക്ക് കത്തിക്കുന്നവർ. എന്നിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉസ്താദിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും മറുപക്ഷത്തുള്ളവരും എതിർപക്ഷത്തുള്ളവരും ഏതെല്ലാം ആളുകളുണ്ടോ അവരെല്ലാവരുടെയും അഭിനന്ദന പ്രവാഹങ്ങൾ, അവരെല്ലാവരും ഉസ്താദിന്റെ ഫോട്ടോ അടക്കം കുറിപ്പുകൾ എഴുതി പോസ്റ്റ് ചെയ്യാനും സ്റ്റോറി ഇടാനും സ്റ്റാറ്റസ് വെക്കാനും മത്സരിക്കുകയായിരുന്നില്ലേ? നമ്മളെല്ലാവരും അത് കണ്ടതല്ലേ? പരിശുദ്ധരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാദമുദ്രകൾ തൻ്റെ ജീവിതത്തിലേക്ക് അപ്പടി ചേർത്ത് വെക്കുകയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ്. നീറുന്ന മനസ്സുകൾക്ക്, നോവനുഭവിക്കുന്നവരുടെ ഹൃദയങ്ങൾക്ക് സമാധാനത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും ലേപനം പുരട്ടി കൊടുക്കണമെന്ന് ഉസ്താദ് പഠിപ്പിക്കുകയാണ്. കണ്ണ് നിറയുന്നവൻ്റെ കണ്ണുനീര് ടിഷ്യൂ പേപ്പർ കൊണ്ടല്ല, തുവാല കൊണ്ടല്ല, നിന്റെ കൈകൾ കൊണ്ട് തുടച്ചു മാറ്റി നിന്റെ ശരീരത്തിനോട് ചേർത്ത് പിടിച്ച് ആശ്വാസത്തിൻ്റെ വാക്കുകൾ അവനിലേക്ക് പകർന്നു കൊടുക്കണമെന്ന് പഠിപ്പിക്കുന്ന പരിശുദ്ധരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തനി പകർപ്പല്ലേ ഉസ്താദിൽ നിന്ന് കഴിഞ്ഞ ദിവസം ലോകം മുഴുവനും കണ്ടത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതകാലത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു നന്മ പരിശുദ്ധമായ ദീനിൻ്റെ ധാർമ്മിക മൂല്യങ്ങളുടെ കാവൽഭടന്മാരായ ഉസ്താദുമാരുടെ, സുന്നത്ത് ജമാഅത്തിൻ്റെ കാവൽ നായകന്മാരുടെ, ബഹുമാനപ്പെട്ട നമ്മുടെ നേതാക്കളുടെ നേതൃത്വങ്ങളുടെ ആഫിയത്തിനു വേണ്ടി, അവരുടെ ദീർഘായുസ്സിന് വേണ്ടി ദുആ ചെയ്യലാണ് ഇന്ന് ചെയ്യാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും വലിയ നന്മ. കാരണം കാട്ടിലെ രാജാക്കന്മാർ സിംഹങ്ങളാണ്. ആ സിംഹങ്ങൾക്ക് വംശനാശം സംഭവിച്ചാൽ, ആ സിംഹങ്ങൾ അസ്തമിച്ചാൽ, സിംഹങ്ങളില്ലാത്ത കാട്ടിൽ കുറുക്കന്മാർ രാജാവായാൽ വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുമെന്ന് നഗ്ന നേത്രങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ കണ്ടവരാണ്, അനുഭവിച്ചവരാണ്. 10-20 കൊല്ലമായി നമ്മുടെ രാജ്യം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെ ആഫിയത്തിന് വേണ്ടി, അവരുടെ ദീർഘായുസ്സിന് വേണ്ടി നമുക്ക് ഒരുപാട് കാലം ആ തണലിൽ ജീവിക്കണം. അവരുടെ പാദമുദ്രകൾ, ഇടപെടലുകൾ, വർത്തമാനങ്ങൾ, ഉപദേശങ്ങൾ സ്വീകരിച്ച് നമുക്ക് ജീവിക്കണം. നാളെ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോൾ അവരുടെ കൈപിടിച്ചുകൊണ്ട് നമുക്ക് സ്വർഗത്തിലും പോകണം. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതുകൊണ്ട് ഇന്ന് ചെയ്യാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും വലിയ നന്മ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പേടിച്ചരണ്ട് ഹിറാ മലമേടുകളിൽ നിന്ന് ഖദീജ ബീവിയുടെ ചാരത്തേക്ക് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖദീജ ബീവി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, നിങ്ങളെ റബ്ബ് കൈവിടൂല, നിങ്ങൾ പാവങ്ങളെ സഹായിക്കുന്നവരാ, നിങ്ങൾ നിരാലംബർക്ക് അവലംബമാകുന്നവരാണ്, നിങ്ങൾ നിരാശ്രയർക്ക് ആശ്രയമാകുന്നവരാണ്, കരയുന്നവന്റെ കൺതടം തുടച്ചു കൊടുത്ത് സമാധാനം പകരുന്നവരാണ്. ഇങ്ങനെയുള്ള മനുഷ്യരെ അള്ളാഹു കൈവിടില്ലെന്ന് 6-ാം നൂറ്റാണ്ടിലെ പറഞ്ഞു വെച്ചു ബീവി ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ കർത്തവ്യവും അവരൻ്റെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കലാകണം. പീഡിപ്പിക്കപ്പെടുന്നവന് വേണ്ടി നിലകൊള്ളാൻ നമ്മുടെ പാദങ്ങൾക്ക് കരുത്തുണ്ടാകണം, നമ്മുടെ ഹൃദയത്തിന് ധൈര്യമുണ്ടാകണം. അതിന് ഏറ്റവും വലിയൊരു മാതൃകയല്ലേ ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട AP ഉസ്താദും ജിഫ്രി തങ്ങളൊക്കെ? അല്ലാഹു തആല അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കരം മുത്തി പീഡിച്ചെങ്കിൽ തീരും മനസ്സിൻ്റെ വ്യതകൾ കൊല്ലും സവിധം അണയുകിലത്ഭുത കാഞ്ചന വജഹ് നുണയുകിലുത്ഭവ സാന്ത്വന നിറവ് ഭാരാവാരം പോലെ നിറഞ്ഞ ശോഭ തീരാഹാരം നീളെ പടർന്ന ഹല റാഹ നിറയുമാ കരം മുത്തി പീഡിച്ചെങ്കിൽ തീരും മനസ്സിൻ്റെ വ്യതകൾ കൊല്ലും സവിധം അണയുകിലത്ഭുത കാഞ്ചന